ഷാനവാസും അനീഷും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് പൊളിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം പറയാം. ഡേ 73 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുക. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കണ്ടവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും പതിയെ എഴുന്നേൽക്കുന്നു. അനീഷ് രാവിലെ പതിവ് പോലെ തന്നെ മോർണിംഗ് വാക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് കസാരയൊക്കെ ഇട്ടിരുന്ന് അവിടെ നിന്ന് ഷാനവാസ് ചായ കുടിക്കുന്നുണ്ട്. അനീഷ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ മോർണിംഗ് വാക്ക് നടത്തുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ കൂടെ. അപ്പോൾ ഷാനവാസിനോട് അനീഷ് പറയുകയാണ്, ഷാനവാസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്, പറയാനുമുണ്ടെന്ന് പറയുന്നു. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്താ അനീഷ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നു, ഷാനവാസ് ഇന്നലെ കുറേ നേരം ഇരുന്ന് എന്നോട് കുറേ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഇപ്പോഴാണ് എനിക്കത് ഞാൻ കുറേ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു അതിനെപ്പറ്റി. ഇപ്പോൾ എനിക്കും അത് മനസ്സിലായി ഷാനവാസ് എങ്ങനത്തെ ആളാണുള്ളത്. കാരണം അവരുടെ കൂടെ എത്രയും നാൾ നിന്നിട്ട്, അത് എത്രയും ദിവസം നിന്നിട്ട് അവരെ പറ്റിയുള്ള നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നിങ്ങൾ അച്ഛനും മക്കളും ചേട്ടനും അനിയത്തിമാരോ എന്തോ ആയിക്കോട്ടെ അവരുമായിരുന്ന് സകലമാന സാധനങ്ങളും എടുത്തു പറഞ്ഞു. ഓക്കെ, അത് എന്നോട് വന്നു പറഞ്ഞു. നെവിനുമായിട്ടുള്ള വിഷയം ഇവർ അതിനെ വേറെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും എന്നോട് പറഞ്ഞു. അത് അത് വെച്ച് ഗെയിം കളിക്കാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞു. അതെല്ലാം പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരുടെയും കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നെവിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദില നൂറയെക്കുറിച്ച് എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒരു ജെനുവിനായിട്ടുള്ള പേഴ്സണല്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റൊക്കെ ഷാനവാസ് ഇങ്ങനെ ക്ഷമയോടെ കേട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും തന്നെ മിണ്ടുന്നില്ല ഷാനവാസ്. ശരിക്കും ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ 5 മിനിറ്റ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത് പറയാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും അനീഷ് പറയുന്നുണ്ട്, ഇന്നലെ അവർ പറഞ്ഞ സാധനം പുറത്തു പോയിട്ട് സംസാരിക്കാം, മെയിൻസ് ഡോമിനേഷൻ്റെ കാര്യം ഇവിടെ വെച്ച് പറയണ്ട എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് കരുതിയല്ലേ പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളല്ലേ എന്ന് ചോദിക്കുകയാണ് എന്ന് നമ്മുടെ അനീഷ് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഷാനവാസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഷാനവാസ് റിയാക്ട് ചെയ്യുന്നു. ഷാനവാസ് പറയുന്നു, ഓഹോ ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ആരൊക്കെയാണ് എന്നെ മെയിൻസ് ഡോമിനൻസിൻ്റെ എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതെന്ന്. പിന്നെ അതിൻ്റെ പേരിൽ വലിയ വഴക്കാണ് നടക്കുന്നത്. വലിയ വഴക്കെന്ന് പറഞ്ഞാൽ വലിയ വഴക്ക് നടക്കുന്നത്, ഒരു നീണ്ട വഴക്കാണ് നടക്കുന്നത്. അപ്പോൾ ഷാനവാസ്, എനിക്കിപ്പോൾ മനസ്സിലായി, നീ പണ്ട് മുതലേ നീ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം നീ മര്യാദയ്ക്ക് ഇരിക്കുന്ന എന്നെ വിളിച്ച് വരുത്തി, എന്താ ഷാനവാസ് പറയൂ ഷാനവാസ് എന്ന് പറഞ്ഞ് നീ എൻ്റെ ഉള്ളിലുള്ളത് മൊത്തവും പിടിച്ചെടുത്ത് അത് എനിക്കെതിരെ എങ്ങനെ തിരിക്കണമെന്ന് കണ്ടുപിടിക്കുന്ന ആളാണ് നീ എന്ന് പറഞ്ഞ് പൊരിഞ്ഞ വഴക്കെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത്. ഈ ഒരു എമ്മണ്ടൻ അടിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഷാനവാസ് പിന്നീട് പറയുന്നത്, എനിക്ക് ഇനി നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് പറയുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ മെയിൻസ് ഡോമിനൻസിന് പേര് പറഞ്ഞ് 3 വോട്ടാണ് എനിക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് 3ാമത്തെ വോട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം എനിക്ക് 2 വോട്ട് എവിടെ നിന്നാണെന്നാണ് മനസ്സിലായിരുന്നത്. അതായത് ആദ്യം നൂറേ കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലായിരുന്നത്. ഇപ്പോൾ എനിക്ക് 3ാമത്തെ കാര്യം കൂടി പിടികിട്ടി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നൂറ എന്ന സമയം നൂറ അപ്പുറത്തിരിപ്പുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, എന്താ ഇത് തെറ്റ് കാണുമ്പോൾ പറയണ്ടേ. പിന്നെ വഴക്ക് കൂടി വരികയാണ്. അപ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് നമ്മുടെ ലക്ഷ്മി സാബും വരുന്നുണ്ട്, എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നു, രാവിലെ തന്നെ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി, ഒരു ഡേ തുടങ്ങി വയ്ക്കുന്നത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ലക്ഷ്മിയോട്, ലക്ഷ്മി മര്യാദയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ചിട്ട് നീ ജനുവിനല്ലേ, നീ അങ്ങനത്തെ ആളാണ്, നീ ഇങ്ങനത്തെ ആളല്ലേ എന്നൊക്കെ പ്രൊവോക്ക് ചെയ്ത് രാവിലെ തുടങ്ങിയതാണിത്. അതായത് ഇന്നലത്തെ ടോപ്പിക്കാണ് ഇവിടെ കാരണം എന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നു, ആ പറഞ്ഞ കാര്യമൊന്നും ഇല്ലാത്തതല്ലോ എന്ന് പറയാണ്. ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്, അനീഷേട്ടൻ പറഞ്ഞത് എന്ന് പറയുന്നു. എനിക്ക് ഇവിടെ ആരുടെ കാര്യം കേൾക്കട്ടെ എന്ന് ഷാനവാസ് പറയുകയാണ്. ഞാനും അനീഷുമായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പ്രമാദമായിട്ട്. അപ്പോൾ അനീഷ് പറയുന്നു, ജെനുവിനിറ്റി ഇല്ലാതെ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതെ അവരുടെ തെറ്റുകൾ സകലമാന കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. നെവിൻ്റെ കേസിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന്. അതായത് അവസരത്തോട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ടെന്ന് ഷാനവാസിനെ കുറിച്ച് നമ്മുടെ അനീഷ് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, അതെ, ഞാൻ അവസരത്തിനൊത്ത് പലതും മാറ്റി പറയും. ഞാൻ നിന്നെ ഒരു ഉറ്റ സുഹൃത്തായാണ് കണ്ടുപോയി.
മര്യാദയ്ക്കിരിക്കുന്ന എന്നെ വിളിച്ചു വരുത്തി എല്ലാം ചികഞ്ഞെടുത്ത് അവസാനം എന്നെ ട്രാപ്പിലാക്കുന്ന ആളാണ് നീ എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് വഴക്കാണ്. അതായത് ഒരു 7-10 ആകുമ്പോൾ തുടങ്ങിയ വഴക്കാണ്. ഒരു 8:30 ആ സമയത്താണ് ഒരു 1.5 മണിക്കൂറോളം നീണ്ടൊരു വഴക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടന്റ് കിട്ടാനുള്ള കാര്യമായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് രാവിലെ 8 മണിക്ക് പ്ലേ ചെയ്യേണ്ട മോർണിംഗ് സോങ് പോലും പ്ലേ ചെയ്യുന്നില്ല, കുറച്ച് വൈകിയാണ് പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ അപ്പോൾ എന്നിട്ട് പിന്നീട് ഷാനവാസ് പറയുന്നത് എനിക്ക് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട, അത് ഞാൻ കട്ട് ചെയ്യുകയാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ കട്ട് ചെയ്തു എന്ന് പറയുന്നു. അതിന് ശേഷമാണ് നമ്മുടെ ആദിനും ഷാനവാസും കൂടി ഇതേ ടോപ്പിക്ക് പറയുന്നു, ഇതിൻ്റെ ടോപ്പിക്കിന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മുടെ മോർണിംഗ് സോങ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് നമ്മുടെ തേജബായൻ ഫാമിലിയുടെ പാട്ടാണ്. പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, ആ പാട്ടാണ്. അതിനുശേഷം നോർമൽ സംസാരം കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിനുശേഷം എല്ലാവരും യോഗ ചെയ്യാനൊക്കെ തീരുമാനിക്കുമ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു. നമ്മുടെ നെവിനാണ് കൊടുക്കുന്നത്. സൂബ ഇൻട്രൊഡക്ഷൻ ബൈ നെവിൻ എന്നാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേര്. അത് നമ്മുടെ നെവിൻ അത് എൻജോയ് ചെയ്ത് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് 12:30 വരെ അവിടെ നടന്ന ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇനി വീക്കിലി ടാസ്കും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം, വരും മണിക്കൂറുകളിൽ അടുത്ത അപ്ഡേറ്റുകളായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.